ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ കറിവേപ്പിൻ്റെ ഒരു ടേക്ക് കെയർ എങ്ങനെയാണെന്നാണ് വിൻ്റർ സമയത്ത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതാ കറിവേപ്പൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ആ വലിയൊരു കറിവേപ്പായിരുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കൊമ്പുകളൊക്കെ മുറിച്ച് കറിവേപ്പെല്ലാം കണ്ടിച്ചെടുത്തു. കാരണം ഞാൻ സാധാരണ അകത്തോട്ട് കയറ്റി വയ്ക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കറിവേപ്പിൻ്റെ എല്ലാം പൊഴിയാറുണ്ട്. അപ്പോൾ വെറുതെ അത് പൊഴിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് മൊത്തം കണ്ടിച്ചെടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് പുതിയ കിളിപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, പിന്നെ ഇവിടെയൊക്കെ പുതിയത് വരുന്നുണ്ട്. പിന്നെ ഇതാണെങ്കിലും ഇവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വെട്ടിയിട്ട് ഒരു 1.5 ആഴ്ചയായി കാണും. അപ്പോൾ അത് എല്ലാത്തിലും പുതിയ പുതിയ ഇതൾ കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ വലിയ കറിവേപ്പ്. പിന്നെ അത് കൂടാതെ നമ്മുടെ ഒരു ചെറിയ കറിവേപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ബാക്കി കറിവേപ്പുകളൊക്കെ അത് എവിടെയുണ്ട് കേട്ടോ. ഒരെണ്ണം ഇവിടെയുണ്ട്, പിന്നെ ഒരെണ്ണം അവിടെയുണ്ട്, ഒരെണ്ണം അപ്പുറത്തും. പിന്നെ ഇത് കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു കറിവേപ്പ്. അപ്പോൾ നമ്മളെപ്പോഴും വിൻ്ററിൽ കറിവേപ്പുകൾ എടുത്തകത്ത് വയ്ക്കും. ഇപ്പോൾ തണുപ്പായിട്ടുണ്ട്, പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് തണുപ്പൊന്നും ആയി തുടങ്ങിയപ്പോഴേ ഞാൻ കയറ്റി വെച്ചു കേട്ടോ. ഞാൻ കറിവേപ്പിൻ്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ നിൽക്കാറില്ല. അപ്പോൾ ഞാൻ കറിവേപ്പിനെ നേരത്തെ കയറ്റി വെച്ചായിരുന്നു. പ്രത്യേകിച്ച് ഈ വലുതിനെ നേരത്തെ കയറ്റി വെച്ച് അതിനെ പ്രൂൺ ചെയ്ത് ഞാൻ നിർത്തിയായിരുന്നു. ചെറുതിനൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് കയറ്റി വെച്ചത്. കഴിഞ്ഞ ആഴ്ച കയറ്റി വെച്ചിട്ട് വെച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ കറിവേപ്പ് കയറ്റി വെക്കുന്ന സമയത്ത് ചട്ടിയിൽ ഞാൻ പുതിയ ചട്ടി വാങ്ങിച്ചപ്പോൾ മണ്ണെല്ലാം നിറച്ച് വെച്ചതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പിന്നെ മണ്ണൊന്നും മാറ്റിയിട്ടില്ല. ഞാൻ ചട്ടി ഈ പുറം ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കയറ്റി വെക്കുകയാണ് ചെയ്യണേ. ഇനി നമ്മൾ ഇതിനകത്ത് വളമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കില്ല. ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഓൾറെഡി കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നല്ല മഴ ഉണ്ടായ കാരണം ഈ ചട്ടികളിലൊക്കെ നന്നായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ കുറേ നാളത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ആ മോയ്സ്ചർ ഇല്ലാന്ന് തോന്നുമ്പോൾ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.